അല്ല, അതീവ സുരക്ഷിതത്വം ഉള്ള ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിന് അവിടെ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് എനിക്ക് കൃത്യമായി അറിയാത്ത ഒരു കാര്യത്തിന് അല്ലല്ല, സാറിനോടൊപ്പം എന്നോടൊപ്പം എന്ന് മാത്രമല്ല, പല ആളുകളോടൊപ്പം അദ്ദേഹം പോയിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. പലരും ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും, ഫോട്ടോ എടുത്ത് കാണും. മനസ്സിലായില്ലേ? അതിനിപ്പോ എന്താ ബുദ്ധിമുട്ടെന്താ? മുഖ്യമന്ത്രിയെ കാണാൻ അത്ര എളുപ്പമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് എടുക്കാം ഫോട്ടോ. ഞാൻ ആര് വന്നു നിന്നാലും ഞാൻ നോ പറയാറില്ല. പേടിയുണ്ട് എനിക്ക്. പലരും വന്നെടുക്കുമ്പോൾ, പരിചയമില്ലാത്തവർ വന്നെടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ കൂടെ 3-4 പേര് വന്നിട്ട് ഇപ്പോ വന്ന് ഫോട്ടോ എടുത്ത്, ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ്. നമുക്ക് അറിവുള്ളവരല്ല. പക്ഷെ മുഖ്യമന്ത്രി എടുപ്പിക്കാറില്ലല്ലോ അങ്ങനെ. മുഖ്യമന്ത്രിയുടെ കൂടെ എടുക്കാമെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ എടുത്ത എന്താ കുഴപ്പം? മുഖ്യമന്ത്രിക്കും അതീവ സുരക്ഷയുള്ള ആളല്ലേ. സോണിയാഗാന്ധിയുടെ വസതിയിൽ അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. അല്ല, സോണിയാഗാന്ധി അടുക്കൽ ഇപ്പൊ ആരെയും ഇപ്പൊ ഞാൻ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ സോണിയാഗാന്ധിക്ക് അറിയാമോ ആരാണ്? അറിയാൻ പറ്റില്ല. കൊണ്ടുപോകുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ അവർക്കും അറിയത്തില്ലായിരിക്കുമല്ലോ ഇതാരാണെന്ന്. ഇപ്പൊ ഒരാൾ നമ്മുടെ അടുക്ക എവിടെയെങ്കിലും നമ്മൾ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാമോ? ഒരു പാരടിപ്പാട്ടിലൂടെ കാട്ടുകൊള്ളകൾ ഒളിപ്പിച്ചു വയ്ക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞു തുടങ്ങിയ ആ പാരടി ഇപ്പോൾ ആ പാർട്ടിക്ക് തന്നെ ബൂമറാങ് ആയിരിക്കുകയാണ്. പോറ്റിയെ ശബരിമല കയറ്റിയതാരെന്ന ചോദ്യം ഇപ്പോൾ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് സ്വർണ്ണക്കള്ളന്മാർക്ക് കയറാൻ ഇടമൊരുക്കിയതാരെന്ന ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. സാക്ഷാൽ കരുണാകരന് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട സോണിയാഗാന്ധിയുടെ അരമനയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും എന്ത് ധാരണയുടെ പേരിലാണ് എത്തിപ്പെട്ടത്? കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയിൽ കൂട്ടാളികളായവർ ആരൊക്കെ? ചോദ്യമുനയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും. വി ഡി സതീശനും അടൂർ പ്രകാശും പറയുന്ന മറുപടികളിലെ വൈരുദ്ധ്യം സാധാരണ കോൺഗ്രസ്സുകാർക്ക് പോലും ദഹിക്കുന്നതല്ല. പോറ്റിയെ കയറ്റിയതാരെന്ന ചോദ്യം തിരിഞ്ഞു കൊത്തുകയാണ് കോൺഗ്രസിനെ. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, കോൺഗ്രസ് നേതാവ് പ്രൊഫസർ റോണി കെ ബേബി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ എന്നിവരാണ്. സ്വാഗതം 3 പേർക്കും. പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ ആ പാട്ടിലാകെ പെട്ടുപോയിരിക്കുകയാണല്ലോ കോൺഗ്രസ്. 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാണിച്ച ആ ചിത്രം, സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം, അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അടക്കം കണ്ടതാണ് കേരളം. മുഖ്യമന്ത്രി ഈ ചിത്രം കാണിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ഈ ചിത്രങ്ങൾ വന്നിരുന്നു. പക്ഷേ വി ഡി സതീശൻ പറയുന്നത് പോലെ ആധികാരികത ഉറപ്പുവരുത്താതെ ഒരു മറുപടി പറയാൻ കഴിയുന്നയാളല്ലല്ലോ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. ഏതായാലും ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സോണിയാഗാന്ധിയുടെ മുന്നിൽ എന്താവശ്യത്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും എത്തിച്ചേർന്നത്? ആരാണ് കൊണ്ടുപോയത്? മറുപടി പറയുന്നില്ല ഒരാളും. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത്രയും തരം താഴാമോ? 1-2 മാസമായി ഇവിടെ കറങ്ങി നടക്കുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് പറയുകയാണ് കോൺഗ്രസ് ആണത്രേ ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ. ഇത് കേട്ടുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും കൊച്ചുകുട്ടി പോലും മൂക്കത്ത് വിരൽ വെക്കുക. അവിടെ അഴിക്കുള്ളിൽ 2 പേര് കിടപ്പുണ്ട്. അവരേക്കാളും കോൺഗ്രസ്സുകാരൊന്നും അല്ലല്ലോ, സോണിയാഗാന്ധിയുമായി ബന്ധമുള്ള നേതാക്കന്മാരൊന്നും അല്ലല്ലോ. ഇപ്പൊ ഏകദേശം 1 മാസത്തിൽ കൂടുതലായി 2 പേര് അവിടെ റിമാൻഡിൽ കിടക്കുന്നത്. അതിൽ ഒരാളുടെ പേര് എന്ന് പറയുന്നത് പത്മകുമാർ എന്നാണ്. അദ്ദേഹം സാധാരണ ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ല. അദ്ദേഹം ഒരു മുൻ MLA ആണ്, CPM-ന്റെ MLA ആണ്. അതുപോലെ N. വാസു, അദ്ദേഹവും CPM-ന്റെ ഒരു മുതിർന്ന നേതാവായിരുന്നു. അതുപോലെ തന്നെ ഇവർ 2 പേരും CPM-ന്റെ പാർട്ടി നോമിനികളാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സാധാ SFIയുടെ DYFIയുടെ നേതാവ് നടത്തേണ്ട ഒരു പത്രസമ്മേളനം, അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി ആ ഫോട്ടോ ഉയർത്തി കാട്ടുമ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഭാഷ് കപൂറിനെ പോലെയുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ വലിയ വിഗ്രഹ മാഫിയ, പുരാവസ്തു മാഫിയ,
അവരെ പോലെയുള്ള അന്തർദേശീയ തലത്തിലുള്ള മാഫിയകൾ അടങ്ങിയിരിക്കുന്ന ഒരു കേസാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ കൃത്യമായ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഡി മണിയെ പോലെ, ഗോവർദ്ധനെ പോലെ വലിയ അന്താരാഷ്ട്ര ബന്ധമുള്ള ആളുകളൊക്കെ ഈ കേസിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-നും കേരള മുഖ്യമന്ത്രിക്കുമൊക്കെ ഉണ്ടാകാവുന്ന ആ ഭയാശങ്കകൾ ഞാൻ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒന്ന് തിരിച്ചു വെക്കുവാൻ വേണ്ടി കോൺഗ്രസിനെതിരെ ഒരു ആരോപണം, ഇതൊക്കെ എന്ത് വളരെ വളരെ സങ്കടമുണ്ട്. കൈരളിയെ പോലെ ഒരു ചാനലൊക്കെ ഈ ഒരു വിഷയമാണോ പിന്നെ ഇത്രയും മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയ? ഇതിന് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് 3 പേരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അത് അടൂർ പ്രകാശ് പറഞ്ഞത് ആദ്യം ഇന്നലെ പറഞ്ഞതാണ്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം കിടന്ന് വെള്ളം കുടിച്ചതും കണ്ടതാണ്. സോണിയാഗാന്ധിയെ പോലെ ഒരാളുടെ അടുത്തേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷ ഉള്ള ഒരാളുടെ അടുത്തേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമായ ഒരു പണിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് പരിശോധിക്കണം. ഏതായാലും ഞാനല്ല, പക്ഷേ എന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതെന്നാണ് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ അതിന് പിന്നാലെ VD സതീശൻ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ അടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാമെന്നുള്ളതാണ്. അത് ഈ VD സതീശന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോയെന്നും എനിക്കറിയാൻ കഴിയുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കരുണാകരൻ പല തവണ ശ്രമിച്ചതാണ്, പോകാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അസാമിലെ പല കോൺഗ്രസ് നേതാക്കളും അവിടെ ദിവസങ്ങളോളം കാത്തിരുന്നതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോഴാണ് താങ്കൾ ഈ പറയുന്നത്. വളരെ ഗൗരവമല്ലേ വിഷയം ശ്രീ റോണിക്കവി? താങ്കൾ എങ്ങനെയാണിത് കൈരളി ഇത് വിഷയം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചും മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്യാനല്ല വാർത്താ സമ്മേളനം വിളിച്ചത്, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ് ചെയ്തത്. പക്ഷേ എങ്ങനെയാണ് അടൂർ പ്രകാശ് പറയുന്നത് അവിടെ എത്തിച്ചേരാൻ വലിയ പാടുണ്ട്, VD സതീശൻ പറയുന്നു അവിടെ എത്തിച്ചേരാൻ ഒരു പാടുമില്ല, ആരോടും നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത്? ഇത് ആർക്കാണ് മനസ്സിലാകാത്തത് ശ്രീ റോണിക്ക ബേബി? അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ച ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അത്രയും ഒരു പദവിയിലിരിക്കുന്ന ആളല്ലെങ്കിലും ഞങ്ങളുടെ KPCC പ്രസിഡന്റ് ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു ഫോട്ടോ തിരിച്ചു കാണിച്ചുകൊണ്ടൊരു പത്രസമ്മേളനത്തിൽ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഇത്ര സ്നേഹത്തോടെ അവർ തമ്മിലുള്ള ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതും ഒരു സ്വകാര്യ ജുവല്ലറിയുടെ താക്കോൽദാന ചടങ്ങിൽ, റെസ്ക്യൂ വെഹിക്കിൾ സർക്കാരിന് നൽകുന്ന ഒരു താക്കോൽദാന ചടങ്ങിൽ താക്കോൽ കൈമാറുന്നത് ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഏറ്റുവാങ്ങുന്നത് ആരാ? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ്. ഇവർ തമ്മിൽ എത്ര സൗഹാർദ്ദത്തോടു കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ചെവിയിൽ മന്ത്രിക്കുന്നത്? ഇതിനകത്ത് താങ്കൾക്ക് ചെറിയൊരു പിശക് പറ്റിയിട്ടുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇന്ന് ഈ വിഷയം, ഈ വിഷ്വൽ വളരെ കൃത്യമായി തന്നെ സർക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ നടന്ന പരിപാടി ഏതാണ്? സംസ്ഥാന പോലീസിന് വേണ്ടി ഭീമ ജുവലേഴ്സ് എന്ന് പറയുന്ന ജുവലറി കൊടുത്ത അതിൻ്റെ സ്പോൺസറോടൊപ്പം വന്നയാളാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. അവിടെ ചെവിയിൽ ഓതുന്ന തരത്തിൽ വന്ന ദൃശ്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരു ചിത്രമില്ല. അത് വ്യക്തത വരുന്നതിന് വേണ്ടി സർക്കാർ ഒരു വീഡിയോ പുറത്തുവിടുകയും അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നത്. അത് താങ്കൾക്കത് അറിവില്ലായ്മയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെ ഈ വലിയൊരു ചോദ്യമണി വരുമ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്ത ചിത്രം കൊണ്ടുവന്ന് ആ ചിത്രം അതിൻ്റെ ഭാഗമായ ഫംഗ്ഷൻ്റെ ഭാഗമായി അതൊരു പൊതുപരിപാടിയാണ്. അതിൽ പോലീസിന് താക്കോൽ കൈമാറുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ചെവിയിലോന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ മനുഷ്യർ വിശ്വസിക്കും. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന താങ്കളുടെ നേതാവിനെതിരെ ഇപ്പോൾ ഏതായാലും കേസ് എടുത്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ CPM നേതാവ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ കൂടി ചേരുക. ശ്രീ സുരേഷ് കുമാർ, ഒരുപക്ഷെ താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ട് കാണണം അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ VD സതീശനും പറഞ്ഞ വാക്കുകൾ. അടൂർ പ്രകാശ് പറയുന്നത് അങ്ങനെ ആർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഇടമല്ല സോണിയാഗാന്ധി, അതീവ സുരക്ഷാ മേഖലയാണ്, അവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള പരിശോധിക്കേണ്ടത്. ഏതായാലും എൻ്റെ കെയർ ഓഫിലല്ല അവിടെ പോയതെന്ന് VD സതീശൻ വളരെ രാഘവത്തോട് ഇന്ന് പറയുകയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആർക്ക് വേണമെങ്കിലും ചെല്ലാമെന്നുള്ളത്. അവിടെ സോണിയാഗാന്ധി എന്ന് പറയുന്ന ദേശീയ AICCയുടെ സമുന്നതനായ നേതാവ്, അതായത് UPA ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടക്കമുള്ളവരോട് എത്തിച്ചേരുന്നത്. ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് അവർ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത്? ആരാണ് അവരെ കൊണ്ടുപോയത്? അതിന് റോണിക്ക ബേബി പറയുന്ന മറുപടി തൃപ്തികരമാണോ ശ്രീ സുരേഷ്? നോക്കൂ, ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. എനിക്ക് ചർച്ചയുടെ തുടക്കം കേൾക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഫോട്ടോയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കൊപ്പം സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് നടന്ന ഒരു ചടങ്ങ്, ഭീമ ഗോൾഡാണെന്ന് തോന്നുന്നു, അവർ കേരള പോലീസിന് സ്പോൺസർ ചെയ്ത ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ്, അതിൻ്റെ മുഴുവൻ വീഡിയോ ദൃശ്യം ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടു. ആ വാർത്ത പോലും ശരിയാം വിധം മനസ്സിലാക്കാതെ
കോൺഗ്രസിൻ്റെ മീഡിയ അതിൻ്റെ KPCCയുടെ നേതൃത്വം തന്നെ വ്യാജമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ചമച്ച ഫോട്ടോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇരിക്കുകയാണ്. എത്രമാത്രം വിരോധാഭാസമാണ്, എത്രമാത്രം മോശപ്പെട്ടൊരവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. അവർ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തമ ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എത്ര കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഈ ബഹുമാനപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് നേരത്തെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, കാരണം ടോപ്പിക് അതല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ തന്നെ ഒരു യുവ MLA മറ്റ് പല കേസുകളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ തടി രക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞു ആ വന്നിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വന്ന സംഭാഷണ ശകലങ്ങളും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞയാളാണ് ഈ ഇപ്പോഴത്തെ വ്യാജ നിർമ്മിതിയുടെയും പിന്നിലെന്ന് നിസ്സംശയം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളെയും സെക്രട്ടേറിയറ്റിൻ്റെ അല്ലെങ്കിൽ നിയമസഭയുടെ മുന്നിൽ വെച്ച് നടന്ന ഒരു പരിപാടിയെയും ജൻപത് 10 അവരുടെ ഔദ്യോഗിക വസതിയിൽ സോണിയാഗാന്ധിയുടെ അന്നത്തെ UPA ചെയർമാൻ യുണൈറ്റഡ് പ്രോഗ്രസ് അലയൻസിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സോണിയാഗാന്ധിയുടെയും വീട്ടിനകത്ത് നടന്ന ചടങ്ങിനെയും അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയെയും സമീകരിച്ച് ഇവിടെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഏതർത്ഥത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ നോക്കൂ, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കടന്നു ചെല്ലുന്നതിന് പരിമിതികളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ K. കരുണാകരൻ പോലും ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചത് സോണിയാഗാന്ധിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, കാത്തു നിന്നിട്ടും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമം പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനടക്കം കേരളത്തിൽ തുടക്കം കുറിക്കപ്പെട്ടത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾക്ക് അന്നത്തെ പത്തനംതിട്ട MP ആയിട്ടുള്ള ശ്രീ ആൻ്റണിയുടെയും കോന്നി MLA ആയിട്ടുള്ള ഇന്നത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ അടൂർ പ്രകാശിൻ്റെയും അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ സന്ദർശിക്കാനും സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റോ സ്വർണ്ണ വളയോ ഒക്കെ അണിയാനുമൊക്കെയുള്ള അവസരം ലഭ്യമായത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഉരുണ്ട് കളിക്കുകയാണ്. നിങ്ങൾ കേരളത്തോടാണ് ഈ ഉരുണ്ടുകളി നടത്തുന്നത് എന്നത് നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ടാവണം. നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഇന്ന് പറയുന്നത്. വളരെയധികം മാറ്റമുണ്ടല്ലോ. എന്തേ ഇങ്ങനെ മാറ്റമുണ്ടായി? ആ മാറ്റമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി ആവർത്തിച്ച് പറയുന്നത് പോലെ മടിയിൽ കനമുള്ളവനെ ഇതിനെയൊക്കെ ഭയപ്പെടേണ്ടുന്ന കാര്യമുള്ളൂ. നിങ്ങളുടെ മടിയിൽ കനമുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ട്. നിങ്ങളാണ് പാരഡി പാട്ട് ഇറക്കിയത്. ആ പാരഡി പാട്ട് ഇപ്പോൾ നിങ്ങളെ തിരിഞ്ഞു കൊത്തുകയാണ്. ആ തിരിഞ്ഞു കൊത്തലാണ് ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര കാലം ഇത് മറച്ചു വെച്ച് മുന്നോട്ട് പോകും? നിങ്ങൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിനെ സംബന്ധിച്ച്, മുൻ പ്രസിഡന്റ് അറസ്റ്റിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെത്തട്ടിലെ ഏതൊരു പാർട്ടി സഖാവിനോട് ചോദിച്ചാലും കൃത്യമായി പറയും, ഒരു കുറ്റാരോപിതരെയും സംരക്ഷിക്കുന്ന സമീപനം CPMൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അത് വളരെ അസന്നിഗ്ധമായി പാർട്ടി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ നിങ്ങളോട് ചോദിക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ സന്ദർശനത്തിൽ സാന്നിധ്യമായി ഇടവും വലവും നിന്നത് പത്തനംതിട്ടയിലെ MPയും കോന്നിയിലെ അന്നത്തെ MLAയും ഇന്നത്തെ UDFൻ്റെ കൺവീനറുമാണ്. ഒരാൾ മരണപ്പെട്ടു പോയി. ഈ രണ്ടാളുകളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഇന്ന് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് വിളിച്ചുകൊണ്ടുപോയത് തെറ്റായിപ്പോയി. എന്താണ് മോട്ടീവ്? ഈ വിളിച്ചുകൊണ്ട് പോയതിൻ്റെ ലക്ഷ്യമെന്ത്? അത് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ എത്ര കാലം ഇത് മറച്ചു പിടിക്കും? നിങ്ങൾ അത് പറയൂ. ആദ്യം അത് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികമായും. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഈശ്വര വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഈശ്വര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും ശരി, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിലായിരുന്നു, നേതാക്കന്മാർ എന്നുള്ള നിലയിലായിരുന്നാലും ശരി, നിങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്തിന് സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി? അത് നിസ്സാരപ്പെട്ട ആളുകളല്ല കൊണ്ടുപോയത്. ഒരു MPയും ഒരു MLAയും ചേർന്ന് എന്തിന് കൊണ്ടുപോയി എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി കേരളത്തോട്
പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ശ്രീ സുരേഷ് കുമാർ, താങ്കൾ ചോദിച്ച ചോദ്യം ശ്രീ കടക്കാം. റോണി കെ ബേബി, ആ ചോദ്യമാണ് എന്തായിരുന്നു മോട്ടീവ്? എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയത്? ആര് കൊണ്ടുപോയി? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? എന്തായിരുന്നു സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? അത് വളരെ ലളിതമായ ചോദ്യം, വളരെ ലളിതമായ ഉത്തരം പറയാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടില്ല. താങ്കൾക്ക് കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് വളരെ ലളിതമായി തന്നെ അതിനുള്ള മറുപടി പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദങ്ങളിലെല്ലാം പെടുന്നത്, അല്ലെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം വീരുന്നത് നമുക്കറിയാം 2019 ശേഷമാണ്. ആ 2019 കാലം തൊട്ടാണല്ലോ ഈ ദ്വാരപാലക ശില്പങ്ങൾ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ. അതിനു മുൻപാണ് സ്വാടും പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ അവിടെ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം ദേവസ്വം പ്രസിഡന്റായിരുന്ന കാലത്ത് നമുക്കറിയാം അദ്ദേഹം അന്ന് ഈ പറയുന്ന അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് സന്നിധാനത്തെ പ്രധാനപ്പെട്ട പരികർമ്മിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ശാന്തിക്കാരനൊക്കെ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും, കാരണം നമുക്കറിയാം ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട തന്ത്രി സ്ഥാനങ്ങളിൽ അല്ലെ അവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നു. നമുക്കറിയാം, കാരണം എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനത്തോടെ കാണുന്ന, എല്ലാ ആരാധനാലയങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും വളരെ വിശ്വാസത്തോടെ കാണുന്ന സോണിയാഗാന്ധി അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കാം. ഇപ്പോൾ സ്വാഭാവികം അന്ന് പത്തനംതിട്ട MP ആയിരുന്ന ആന്റണിയും ഇന്ന് കോന്നി MLA ആയിരുന്ന അടൂർ പ്രകാശും പോയിട്ടുണ്ടാവാം. അല്ലാതെ അതിനപ്പുറം ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം കേരളത്തിലെ ജനങ്ങളെ ഈ യഥാർത്ഥ മോഷണത്തിൽ നിന്നും അല്ലെ യഥാർത്ഥ കവർച്ചയിൽ നിന്നും നമുക്ക് വഴിതിരിച്ചു വേണ്ടി കഴിയും? ഇടതുപക്ഷത്തിന്റെ വക്താവ് സുരേഷ് ഏട്ടൻ അദ്ദേഹം പറയുന്നത് കേട്ടു, കുറ്റാരോപിതരായ ആളുകളെ ആരെയും CPM സംരക്ഷിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, കുറ്റാരോപിതര് ആയതുകൊണ്ടാണല്ലോ 2 ദേവസ്വം ബോർഡിന് മുൻ റിമാൻഡിൽ കഴിയുന്നത്? അദ്ദേഹം തന്നെ പറഞ്ഞു 2 ദേവസ്വം ബോർഡിന് മുൻ പ്രസിഡന്റുമാർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നുണ്ട്. ഏതെക്കാളും അവര് അവിടെ വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പേരിലല്ലോ അവരിപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. ആ അദ്ദേഹം ചോദിക്കാൻ ഒറ്റ ചോദ്യം, കേരളത്തിന്റെ 3.5 കോടി വരുന്ന കേരളത്തിലെ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒറ്റ ചോദ്യം, കഴിഞ്ഞ 1 മാസമായി ഈ റിമാൻഡിൽ കിടക്കുന്നവർ പലതവണ അവർ ജാമ്യ ഹർജി കൊടുത്തു, പ്രായം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ രോഗാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോഴൊന്നും അവർക്ക് ജാമ്യം കൊടുക്കാതെ പോലും റിമാൻഡിൽ കിടക്കുന്ന അവർക്കെതിരെ CPM എന്ത് നടപടി സ്വീകരിച്ചു? എനിക്ക് ചോദിക്കാൻ വേണ്ടി ഒറ്റ ചോദ്യം ഞാനിവിടെ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ എന്ത് നടപടി? പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ പോലും CPM ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്നത്? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഈ സോണിയാഗാന്ധിയോടൊപ്പം ഈ പറയുന്ന പോറ്റി നിൽക്കുന്ന ഫോട്ടോ എത്രയോ മുമ്പ് തന്നെ കേരളത്തിൽ വന്നതാ. ഇന്ന് മുഖ്യമന്ത്രി അത് ഉയർത്തിക്കാട്ടാതെ ഇപ്പോൾ കേസിന്റെ ഒരു വളരെ നിർണായക ഘട്ടത്തിലേക്ക് കേസ് കിടക്കുകയാണ്. വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ഇന്ന് തന്നെ D മണിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ വിദേശ NRI ആയിട്ടുള്ള ബിസിനസ്സുകാരെ കിട്ടുന്ന മൊഴി വിശ്വസിക്കാമെങ്കിൽ 500 കോടിയോളം രൂപയുടെ ഒരു വിഗ്രഹം ഉൾപ്പെടെ അവിടെ നിന്ന് മോഷണം ഈ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കേസ് കടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഫോട്ടോയുമായി വന്ന ഈ കേസിനെ നിങ്ങളുടെ പോലീസാണ് അന്വേഷിക്കുന്നത്. SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള SIT കേരള പോലീസാണല്ലോ. നിങ്ങൾ അന്വേഷിക്കേ സോണിയാഗാന്ധിയും അല്ലെ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ്, പോറ്റി എങ്ങനെ അവിടെ ചെന്നു, നിങ്ങൾ അന്വേഷിക്കേ. ഞാൻ സെലക്ട് ചെയ്തു. SIT അന്വേഷണം അത് അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. പക്ഷെ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോടാണ് ചോദിച്ചത് എന്തായിരുന്നു അവിടെ ഏർപ്പാട്, സോണിയാഗാന്ധി അവിടെ എങ്ങനെ എത്തിയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ മറുപടി ഇല്ല. എന്തായാലും താങ്കളിലേക്ക് മടങ്ങും. CM ജയചന്ദ്രൻ, ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഈ റോണി കെ ബേബി വളരെ നിസ്സാരമായി ലളിതവൽക്കരിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതെന്താണ് പ്രശ്നം? പോയി കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. അന്ന് ഇദ്ദേഹം അടൂർ പ്രകാശ് പറഞ്ഞ പോലെ കാട്ടുകൊള്ളക്കാരനാണെന്ന് അറിയാതെ ആയിരുന്നു അന്ന് അവിടെ ചെന്നതെന്നാണ് ഇന്ന് അടൂർ പ്രകാശ് പറയുന്നത്. നമുക്കറിയാം ജയചന്ദ്രൻ, താങ്കൾക്കറിയാം ഈ സംഭവം ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സിനെ കുറിച്ച് നമുക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠം കാണാനില്ലെന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നു. അത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിലൂടെ. അതിന് പിന്നാലെ VD സതീശൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. മറ്റ് ജില്ലകളിലേക്ക് മറ്റ് കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ. ആദ്യം ഈ പറയുന്ന ആളിനെ അറിയില്ല എന്ന് പറഞ്ഞത്, പിന്നീട് അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ VD സതീശനെ അടക്കം നമ്മൾ കണ്ടതാണ്. ആരാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ന് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ച താങ്കൾ അങ്ങനെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ? ഈ പറഞ്ഞ ഈ ഫോട്ടോ, സോണിയാഗാന്ധിയുടെ ഫോട്ടോ അടക്കം നിസ്സാരവൽക്കരിച്ച് പറഞ്ഞ കോൺഗ്രസിന്റെ റോണി സാറിന്റെ ആ വാക്കുകൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട്. ഞാൻ കൈരളിയുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. കാരണം ആ വ്യക്തി സോണിയാഗാന്ധി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് Z+ കാറ്റഗറി
സുരക്ഷയുള്ള പിന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അവരെ കാണണമെങ്കിൽ, അവരുടെ സന്ദർശനത്തിന് അനുമതി കിട്ടണമെങ്കിൽ ആദ്യം പിന്നെ കൊണ്ടുപോകുന്നയാൾ അവിടെ അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ തന്നെ എന്താണ് സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് അവിടെ വ്യക്തമാക്കണം. അടുത്തത്, ഈ സന്ദർശിക്കാൻ വരുന്ന വ്യക്തി അയാൾ ആരാണ്, എന്താണ് അയാൾക്ക് ഉള്ള സാമൂഹിക പദവി, ഇത്തരം കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തണം. എന്നിട്ടേ അനുമതി പോലും ആദ്യം കിട്ടും. അതിനുശേഷമാണ് നിശ്ചയിക്കപ്പെട്ട ദിവസം, നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവിടെ ചെല്ലാൻ സാധിക്കുക. ചെന്നു കഴിഞ്ഞാൽ അടിമുടി പരിശോധനയാണ്. ഒപ്പം ഈ ആഗതനോട്, പിന്നെ ഈ അപ്പോയിന്റ്മെന്റ് എടുത്തു വന്ന ആളിനോട് എന്താണ് നിങ്ങൾ മാഡത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവിടെ വെച്ചും, കാര്യം ഇസഡ്+ കാറ്റഗറി സെക്യൂരിറ്റി സുരക്ഷയുടെ വ്യക്തിത്വമാണ് അവർ, അവിടെ വെച്ചും മറുപടി പറയണം. അതും രേഖപ്പെടുത്തും. എന്നിട്ട് അകത്തോട്ട് കടത്തി വിടൂ. ആ വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. ആര് ചോദിച്ചാലും അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന അത്ര വളരെ സരളമായ പ്രക്രിയയിലൂടെ ആർക്കും കാണാൻ കഴിയുന്ന ആളാണ് സോണിയാഗാന്ധി എന്ന് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പോലും ഇന്ന് കേരള ജനതയോട് നുണ പറയാൻ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എത്ര ദയനീയമായ ഒരു അവസ്ഥയാണത്. അതിനെ സംബന്ധിച്ച് ഇപ്പോ ശ്രീ റോണി കെ ബേബി നമ്മുടെ ഈ ചർച്ചയിൽ പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ഇവിടുത്തെ ശബരിമലയിലെ ഈ പ്രശ്നത്തേക്കാൾ എത്രയോ മുമ്പാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, അതെ സന്ദർശനത്തിന്റെ സമയമൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ശരി സാർ, ഞാൻ അംഗീകരിക്കാം, എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇക്കാര്യം തന്നെ ശ്രീ വി.ഡി. സതീശനോടും ശ്രീ രമേശ് ചെന്നിത്തലയോടും അടൂർ പ്രകാശിനോടും ആന്റോ ആന്റണിയോടും പറഞ്ഞാൽ മതി. ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഇത് എത്രയോ വർഷങ്ങൾക്ക് നടന്ന കാര്യമാണെന്നേ. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമല്ലേ? അന്നൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ കണ്ടൊരു കാലമാട്ടം കൂട്ടിയാൽ മതി എന്ന് ഈ നേതാക്കൾ പറഞ്ഞാൽ മതി. താങ്കൾ പറഞ്ഞാൽ പോരാ കേട്ടോ. താങ്കൾ പറഞ്ഞാൽ പോരാ എന്ന് പറയുന്നത് താങ്കൾ അത് പറയാൻ യോഗ്യനല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേ അല്ല. പക്ഷേ ഈ പദവികൾ വഹിക്കുന്ന നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പറയുകയും താങ്കൾ ഇവിടെ വന്നിരുന്ന് അതിനെ വൃഥാ ന്യായീകരിക്കാൻ ഈ സമയം മെനക്കെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആലോചിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് താങ്കളെ പോലെ ഒരാൾക്ക്, ഉത്തരവാദിത്വമുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് ആ ഒരു വിഷമം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് അവരാണ് പറയേണ്ടത്. അങ്ങനെ അത്ര ലളിതമാണ് കാര്യം എങ്കിൽ, ലളിതമല്ല കാര്യം, അതുകൊണ്ട് തന്നെയാണ് അവർക്കത് പറയാൻ കഴിയാത്തത്. പക്ഷേ പറയേണ്ടി വരും. രാഷ്ട്രീയമായിട്ടാണ് നിങ്ങൾ പ്രശ്നത്തിനെ കാണുന്നതെന്നുള്ളതിന് ഇതിൽ പരം തെളിവുകാരൊന്നും വേണ്ട എന്നുള്ള മറ്റൊരു കാര്യം. ഈ പ്രശ്നം ഭക്തിയും വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അതാണെന്നുണ്ടെങ്കിൽ പ്രശ്നത്തിനെ വേറൊരു രൂപത്തിൽ തന്നെ തുടക്കം മുതലേ കാണേണ്ടിയിരുന്നു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടില്ല. ഈ ഭക്തിയും വിശ്വാസവും രാഷ്ട്രീയമായി എങ്ങനെ ഇടകലർത്താം, എങ്ങനെ സമർത്ഥമായി അതിന് നേട്ടത്തിനായി വിനിയോഗിക്കാം എന്നുള്ളതാണ് UDFും BJPയും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയ. ഞാനങ്ങനെ എടുത്തു പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ശ്രീ റോണി കെ ബേബി. ഒരേ ഒരു അടിസ്ഥാനപരമായ കാര്യം, ഈ പിന്നെ ശബരിമലയിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ, ശബരിമലയുടെ പ്രത്യേകിച്ചും 1949 കവനന്റ് പ്രകാരമാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത് തന്നെ. അത് ഉണ്ടായതിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എവിടെ എല്ലാവർക്കും ആർക്കും പിന്നെ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതാണ്, നെറ്റിൽ നോക്കിയാൽ കിട്ടും. അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ പിന്നെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. നിങ്ങൾ ഗവൺമെന്റിന്റെയും ദേവസ്വം വകുപ്പിനെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും യുക്ത കടകമ്പളെ പിടിച്ച് ശിക്ഷിക്കും എന്ന് പറയുകയും ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം, ദേവസ്വം വകുപ്പിന്റെ ഉത്തരവാദിത്വം, അതിൽ പറയുന്നത് പിന്നെ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ഓവറോൾ സൂപ്പർവിഷൻ പിന്നെ ഓഫ് ദിസ് ദേവസ്വം ടെമ്പിൾസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ്. അതേസമയം ബോർഡിന്റെ ഉത്തരവാദിത്വം, ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് റിച്വലിസ്റ്റിക് ആൻഡ് ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ടെമ്പിൾസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾപ്പെടുന്ന കാര്യങ്ങളും ദൈനംദിന ഭരണ നിർവഹണവും അടക്കമുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമുള്ളത്. അപ്പൊ രണ്ട് ടോട്ടലി എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് പോർഷൻസ് ആണ്. ഈ ഗവൺമെന്റിന്റെ ദേവസ്വം വകുപ്പിന്റെ ഉത്തരവാദിത്വം പിന്നെ പൊതു ഭരണ നിർവഹണവും ക്രമസമാധാന പാലനവും, ദേവസ്വം ബോർഡിന്റെ അകത്തെ ആചാരാനുഷ്ഠാനങ്ങളും തന്ത്രിമാരും പൂജാരിമാരും ദേവസ്വം ബോർഡ് അധികാരികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ആ ഒരു വൃന്ദം, അവരാണ് ദേവസ്വം ക്ഷേത്രത്തിന്റെ ദൈനംദിന നടത്തിപ്പും മറ്റ് താന്ത്രിക കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പൂർണ്ണമായും വിധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ
ദേവസ്വം ബെഞ്ച് SIT നിയോഗിച്ചുകൊണ്ട്, ഈ കാര്യത്തിൽ SIT നിയോഗിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ വ്യക്തമായും പറയുന്നത് ഇത് ശബരിമലയിൽ നടന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, മറിച്ച് അവിടെ ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് SIT അന്വേഷിക്കണം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്ന് പറയുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത് ദേവസ്വം വകുപ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി. അപ്പൊ അതല്ലാന്ന് ദേവസ്വം സ്പെഷ്യൽ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയാണ് SIT നിയമിച്ചുകൊണ്ട്. എന്നിട്ട് കൂടെ പറയുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല എന്ന് മാത്രമല്ല, അവിടെ ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. എങ്ങനെയാണതോ സംശയിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഡേ ടു ഡേ അഫയേഴ്സും നോക്കുന്ന ദേവസ്വം ബോർഡ്, മേൽശാന്തി, തന്ത്രിമാർ, ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ആ വലിയ വൃന്ദം, അവര് ക്രിമിനൽ കോൺസ്പിറസി നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇതാ ഉത്തരവിൽ പറയുകയാണ്. അതിനുശേഷമല്ലേ അന്വേഷണങ്ങൾ മുഴുവൻ നടക്കുന്നത്. നടന്ന് നിങ്ങളുടെ കക്ഷി UDF നിയമസഭയിൽ എന്താണ് കാണിച്ചത്? ഞങ്ങൾക്ക് SIT വിശ്വാസമില്ല. അടിവരയിട്ട് പറയുകയാണ് ഞാൻ വീണ്ടും, ഞങ്ങൾക്ക് SIT വിശ്വാസമില്ല, ഞങ്ങളിതാ ബഹിഷ്കരിക്കുന്നു, CBIക്ക് വിടണം കേസ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിയമസഭയിൽ 5 ദിവസമാണ് ബഹിഷ്കരണം നടത്തിയത്. 1 ദിവസം 2 ദിവസം ഒന്നുമില്ല. ഞാൻ ആ സമയത്ത് ഉള്ളയാളായതുകൊണ്ടാണ് ഇത് ഈ നേരിട്ട് കണ്ടനുഭവിച്ച ആളും കൂടെയാണ് ഞാൻ. ആ ദിവസങ്ങളിൽ ബഹിഷ്കരിച്ചു. എന്നിട്ട് ഈ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പറയുന്ന എന്താണ്? ശ്രീ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ അദ്ദേഹം ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഒക്കെ പറയുന്ന എന്താണ്? ഞാൻ SITക്ക് തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. ഞങ്ങൾക്ക് SIT വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നിയമസഭ ബഹിഷ്കരിക്കുക, എന്നിട്ട് ഞാൻ SITക്ക് തെളിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വലിയ വായിലെ വർത്തമാനം പറയുക. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ശ്രീ റോണി കെ ബേബി, നിങ്ങൾക്ക് ഇംപ്ലീഡിംഗ് പെറ്റീഷൻ, ഇതിൽ ഇന്ന കക്ഷികളുണ്ട്, ഒരു വിദേശ വ്യാപാരം നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ഒരാള്, അത് ഇന്നയാളാണ്, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇതാ, ഞാൻ SITയെ ബോധിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും കോടതി ഇടപെട്ട് ഇക്കാര്യത്തിൽ, ദേവസ്വം ബെഞ്ച് ഇടപെട്ട് ഇക്കാര്യത്തിൽ CBI അന്വേഷണത്തിന് ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയോ UDFോ താങ്കൾ അടക്കമുള്ള ആൾക്കാരോ ഒരു പരാതി കൊടുക്കാൻ തയ്യാറാവാത്ത എന്താണ്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭക്തിയും വിശ്വാസവും രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് സമർത്ഥമായി കെണിയൊരുക്കാനാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അടയാളമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ശരി, ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്ലിയറൻസ്. രണ്ടാമതാണ് ഈ ഭക്തിയും വിശ്വാസത്തെയും എങ്ങനെയാണ് UDFും BJPയും കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ റോണി കെ ബേബി, ഒരുപക്ഷെ M. ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ സമരം നടത്തി, നിയമസഭയിൽ അടക്കം നടത്തിയ കോലാഹലങ്ങൾ കണ്ടതാണ്. ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷനിലൂടെ CBI അന്വേഷണം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്താണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. കടകംപള്ളിക്കെതിരെ VD സതീശൻ പറഞ്ഞത് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന ചോദ്യം ചോദിച്ചിട്ട് മാനനഷ്ടം, വലിയ പൈസ, ഇപ്പം വലിയ ലക്ഷങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഏർപ്പാട് നടക്കില്ല എന്നാണ് ഒരുപക്ഷെ M. ജയചന്ദ്രൻ പറഞ്ഞ എൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ UDF ആണത്ര ഇവിടെ ഭക്തിയും വിശ്വാസവും രാഷ്ട്രീയവും എല്ലാം ഇവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ വിഷയത്തെ ഇങ്ങനെ വല്ലാണ്ട് വഷളാക്കി വിമർശിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ കേസിന് നാൾവഴികൾ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷ് ഉൾപ്പെടെ പരിശോധിച്ച് നമുക്കറിയാം. ഈ കേസ് ആദ്യം ആരാണ് ഉയർത്തിക്കൊണ്ടുവന്നത്? UDF ആണോ കോൺഗ്രസ് ആണോ? ഇവിടെ ജയേന്ദ്രൻ മാഷ് പറഞ്ഞ വാക്ക് തന്നെ ക്രിമിനൽ കോൺസ്പിറസി. ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരുടെ ആദ്യ നിരീക്ഷണത്തിൽ തന്നെ പറഞ്ഞത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്നല്ല, അതൊരു ക്രിമിനൽ കോൺസ്പിറസി എന്നാണ്. ആ ക്രിമിനൽ കോൺസ്പിറസി വളരെ കൃത്യമായി അന്വേഷിച്ച് അതിന്റെ മുഴുവൻ തെളിവുകളും കൊണ്ടുവന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് SIT ആണ്. പക്ഷെ SIT അവരുടെ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ ഡിസംബർ 5-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾ എടുക്കണ്ട. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഈ ഡിസംബർ 5-ാം തീയതി പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ എന്താ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു, 2 മുതിർന്ന IPS ഓഫീസർമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള, ഞങ്ങൾ അവരുടെ പേര് സഹിതം വെളിപ്പെടുത്താൻ തയ്യാറാണ്. മുതിർന്ന 2 IPS ഓഫീസർമാർ ഈ SITയെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു.
അന്വേഷണം സമയബന്ധിതമായി അല്ല, താങ്കൾക്ക് അല്ല വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടെ താങ്കൾക്ക് വെളിപ്പെടുത്താനാകും ആരൊക്കെയാണ് ആ മുതിർന്ന IPS? ഞാനൊരു വളരെ കൃത്യമായി ഞാൻ പറയാം. എനിക്ക് ആ പേരുകൾ അറിയാം. പക്ഷേ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ അത് വെളിപ്പെടുത്തുക, അതാണ് അതിന്റെ ഒരു യുക്തി എന്ന് പറയുന്നത്. കാരണം ഇവിടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെയുള്ള ആളുകൾ അവർ വെളിപ്പെടുത്തും സമയബന്ധിതമായി തന്നെ. എനിക്ക് ആ പേരുകൾ അറിയാം, പക്ഷേ എനിക്ക് അതിന് പരിമിതിയുണ്ട് പറയാനായിട്ട്. കാരണം അവർ പറയാത്ത ഒരു കാര്യം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ അല്ല ശ്രീ റോണിക്ക ബേബി, അവർ പറഞ്ഞതെല്ലാം പൊഴിയായിരുന്നു. അനാവശ്യമായി ഈ പറയുന്ന പോലെ ഏറുപടക്കങ്ങൾ അതാണ് പറയുക. ചെന്നിത്തല തന്നെ പറഞ്ഞു SITക്ക് മുമ്പിൽ തെളിവ് കൊടുത്തു എന്ന് പറഞ്ഞു. VD സതീശൻ ഇന്ന് നമ്മൾ നേരത്തെ കേട്ടതാണല്ലോ ഈ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച പറയുന്നത്. ഏതായാലും അവിടെ നിന്ന് കേട്ടെ സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റോണിക്ക ബേബി പറഞ്ഞതാണ് 2 പേർ ഇടപെടുന്നുണ്ട്, 2 IPS ഉദ്യോഗസ്ഥർ ഇടപെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞാണ് ഡിസംബർ 5-ന് ഹൈക്കോടതി പറഞ്ഞു ഉദ്ദേശിച്ച വേഗത്തിൽ പോകുന്നില്ല അന്വേഷണം. ഏതോ മഹാകാര്യമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. SITയുടെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പല ഘട്ടങ്ങളിലും ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ ഡി മണിയിലേക്ക് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. VD സതീശന് നേരത്തെ തന്നെ കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇതിൻ്റെ ചെയിൻ ഓഫ് ഇവൻസ് എങ്ങനെയാണ്, ആരിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നൊക്കെ VD സതീശൻ അറിയാമായിരുന്നു. അതാണ് നമുക്ക് കേരളത്തിലെ സമൂഹത്തിലുണ്ടാകുന്ന ഒരു സംശയം. നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു, അവിടെ ദ്വാരപാലക പീഠം കാണാതെ പോകുന്നു. അതിന് പിന്നാലെ നടന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. അങ്ങനെ മാലപ്പടക്കം പോലെ പൊട്ടിയപ്പോൾ കണ്ടെത്തി അന്വേഷണം ചെന്നു ചേരുന്നത് ആരിലേക്ക് എത്തുന്നു? ആ ക്രിമിനൽ കോൺസ്പിറസി. ആ കോൺസ്പിറസിയിൽ ആരൊക്കെയാണെന്നുള്ളതല്ലേ കണ്ടെത്തേണ്ടത്. ഈ പറയുന്നത് പോലെ മുട്ടാപ്പോക്കി ന്യായങ്ങൾ SIT അങ്ങനെ പറഞ്ഞല്ലോ, അതോടൊപ്പം തന്നെ 2 ഉദ്യോഗസ്ഥരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ആരെ പറ്റിക്കാനാണ് ശ്രീ സുരേഷ് കുമാർ? രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള സാവകാശം തരണം. അതിലൊന്നെന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 2 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ മുഴുവനും തന്നിലേക്ക് വിളിപ്പിച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആരോപണം, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്, ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ് എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി. ഇദ്ദേഹം കാടടച്ച് വെടിവെക്കുകയാണോ വേണ്ടിയിരുന്നത്? ഇത്രയും പ്രമാദമായിട്ടുള്ളൊരു വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കേസന്വേഷണത്തിൻ്റെ പാതി വഴിയിൽ വെച്ച് ഞാൻ 2 സീനിയറായിട്ടുള്ള IPS ഓഫീസർമാർ ഈ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന് ഞാൻ ആരോപണം ഉന്നയിക്കുകയാണെന്നാണോ അദ്ദേഹം പറയേണ്ടത്? അങ്ങനെ ആരെങ്കിലും ഇടപെടുന്നുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ആ പേര് വിവരം അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ഉത്തരവാദിത്വം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനില്ലേ? ഇദ്ദേഹം പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, എല്ലാ ബഹുമാനവും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ചില കോമിക് ക്യാരക്ടറുകളെ അനുസ്മരിപ്പിക്കുന്ന നിലയിലാണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളിക്കെതിരെ ചൊരിഞ്ഞ ആരോപണം മുതൽ ഇങ്ങേയറ്റം 2 IPS ഓഫീസർമാരുടെ കാര്യം വരെ പറഞ്ഞു നിൽക്കുന്നിടത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കകത്തും ഈ ഒരു ബോഡി ലാംഗ്വേജും ഈ ഒരു രീതിയും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതല്ല കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശബരിമല പോലെ ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് നടത്തേണ്ടുന്ന അഭിപ്രായ പ്രകടനം എന്ന് കരുതുന്നവരാണ്. ഇങ്ങനെയല്ല അഭിപ്രായം പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഒരു അതിസമ്പന്നനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഈ കേസിൽ ആ അതിസമ്പന്നനെക്കുറിച്ചുള്ള വിവരം അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ചെന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ SITക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വളരെ സഹായമാവില്ലേ? ഈ പ്രതികളിലേക്ക് ഏറ്റവും അടുത്തെത്താൻ ഈ കേസിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടതുപോലെ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയില്ലേ? രണ്ടാമത്തെ കാര്യം, ഇവിടെ നേരത്തെ രവീന്ദ്ര മാഷടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ച കാര്യമാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ നിഷ്പക്ഷതയിൽ സംശയം ചൊരിഞ്ഞുകൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങളാണ് നിയമസഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും കാണിച്ചിട്ടുള്ളത്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കോടതിയുടെ പരാമർശങ്ങളെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഏത് കേസിൻ്റെയും അന്വേഷണത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കോടതിക്ക് ആ അന്വേഷണത്തെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ആ പരാമർശത്തിൽ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള നിലയിലുള്ള അഭിപ്രായ പ്രകടനം കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസ്സിന് വിഷയദാരിദ്ര്യമുള്ളത് കൊണ്ടാണ്. ഈ കാര്യത്തിൽ വിഷയദാരിദ്ര്യമുള്ളത് കൊണ്ടാണ്.
കൃത്യമായി അന്വേഷണത്തിൻ്റെ പുരോഗതി സീല് വെച്ച കവറിൽ, അത് റിപ്പോർട്ടാക്കി തയ്യാറാക്കി സീല് വെച്ച കവറിൽ കോടതിയെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി ഒരിക്കലും ഈ അന്വേഷണത്തെ സംബന്ധിച്ച് സ്ഥായിയായി ഇതിൻ്റെ ഗതിവിഗതികളെ സംബന്ധിച്ച് ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല. ചില കാര്യങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനം ഉണ്ടാകും. അത് നാളെ പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടായാൽ അതാണ് അന്തിമ വിധി എന്ന് കരുതാൻ കോൺഗ്രസ് തയ്യാറാകുമോ? കോൺഗ്രസിന് നേതൃത്വം തയ്യാറാകുമോ? ഇല്ലല്ലോ. എന്തെല്ലാം വിധികൾ, എന്തെല്ലാം പരാമർശങ്ങൾ, അടിയന്തരാവസ്ഥ കാലം മുതൽ എന്തെല്ലാം പരാമർശങ്ങൾ കോൺഗ്രസിനെ വേട്ടയാടി ഇവിടെ വന്നിട്ടുണ്ട്. അന്നെല്ലാം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ ഞങ്ങൾ അല്ലെങ്കിൽ ഈ പരാമർശത്തെ ന്യായീകരിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അപ്പാടെ ശിരസാവഹിക്കുന്ന സമീപനമാണോ സ്വീകരിച്ചിട്ടുള്ളത്? അല്ല. ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. വളരെ ചെറിയ രീതിയിലുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. ആ പരാമർശം തിരുത്തി അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. കൃത്യതയോടുകൂടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അവിടെ അങ്കലാപ്പോടുകൂടി ഈ കാര്യങ്ങളെ സമീപിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. ഓരോ ദിനം കഴിയും തോറും കൂടുതൽ ഡിഫൻസിലാകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമടക്കമുള്ള ആളുകളാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, അദ്ദേഹം ഇവിടെ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് വിരോധാഭാസമാണ്, രസാവഹമായ മറുപടിയാണ്. അവിടെ ശബരിമലയുടെ പോറ്റിയായിട്ടുള്ള ഒരാൾ, ശബരിമലയുടെ പോറ്റിയൊന്നുമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എങ്ങനെയാണ് കടന്നു വന്നത് എന്നത് അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് ഭക്തരുടെ അടക്കമുള്ള അവരെ വേദനപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവടക്കം SITയുടെ അന്വേഷണ പരിധിയിലാണ്. ആർക്കാ അറിഞ്ഞൂടാത്തത്? അങ്ങനെ ഒരാളിനെ, ഒരു വ്യാജന്, ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MP ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആവർത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശേഷിപ്പിച്ചെന്താണ്? കാട്ടുകള്ളനെന്നാണ്. അത്തരം ഒരാൾ എങ്ങനെ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് 10 ജൻപതിലേക്ക് എത്തിച്ചേർന്നു? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല, ഇത്രമാത്രം ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന മറുപടിയാണ് കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കി, കേരളത്തിലെ ജനങ്ങളെ നോക്കി ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം വല്ലാതെ പ്രകോപിതനാകുന്നത് കണ്ടു. എന്തിനാ പ്രകോപിതനാകുന്നത്? അദ്ദേഹത്തിന് മറയ്ക്കാനൊന്നുമില്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നേ സത്യസന്ധമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. ആത്മസംയമനം ഒട്ടും കൈവിടാതെ അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞില്ലല്ലോ. അതല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ കേരളത്തിലെ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രതിനിധികളോട് സുരേഷ് ഗോപി സ്റ്റൈലിൽ ഏറ്റുമുട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണോ വേണ്ടത്? അദ്ദേഹം കൃത്യമായി മറുപടി പറയണം. എന്തിനു പോയി, എന്തിനു കൊണ്ടുപോയി? പിന്നീട് അദ്ദേഹം രസാവഹമായി പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഞാനല്ല പോയത്, എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടിക്കൊണ്ടുപോകത്തക്ക നിലയിലേക്കുള്ള ബന്ധം, ആ കരുത്ത് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ മറുപടി പറയാനുള്ള അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ മറുപടി കേൾക്കാൻ കേരളം കാതോർത്തിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ശരി, സുരേഷ് കുമാർ, ഒരുപക്ഷേ സുരേഷ് കുമാർ താങ്കൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ സമ്പന്നനെ കുറിച്ച്, IPS ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇങ്ങനെ ഏറുപടക്കം പോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ബ്ലാബ്ലാ പറയുന്നതല്ലാതെ അന്വേഷണ സംഘത്തിന് മുൻപാകെ വിഷയം അവതരിപ്പിക്കാത്തതാണ്. നേരത്തെ MJ ചന്ദ്രൻ പറഞ്ഞ പോലെ ഇംപ്ലീഡിംഗ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താത്തത് എന്താണ്? ആ ചോദ്യം വളരെ പ്രസക്തമല്ലേ ശ്രീ റോണി കെ ബേബി? ഇപ്പോൾ അവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏതൊക്കെയാലും അദ്ദേഹം നൽകിയ ഒരു ഹർജിയുടെ ഉപഹർജിയായി അല്ല ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കൃത്യമായി തന്നെ പറയാം. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൊടുത്ത ഒരു ഹർജിയുടെ കീഴിൽ കൊണ്ടുപോയി ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി SITയുടെ വഴി അതിന്റെ വഴിയെ പോട്ടെ. പക്ഷെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതിനകത്ത് ശക്തമായ സ്റ്റാൻഡ് എടുത്ത്, ശക്തമായ നിലപാടെടുത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ ഇവിടെ ഉയരുന്ന ഒരു പ്രസക്തമായ ചോദ്യം SITയുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് SITക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നേ. പക്ഷെ SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഈ വിദേശ NRI ആയിട്ടുള്ള വ്യവസായി അദ്ദേഹം കൃത്യമായി വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പുറത്തു വരുന്ന വാർത്തകള്, ഈ ഡി മണിയുമായി ബന്ധപ്പെട്ട വാർത്തകള്, ഈ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലും കൊള്ളയടിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടു എന്നാ പറയുന്നത്. ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ ഒരു രീതി എവിടേക്ക് എത്താൻ പോവുകയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നിൽക്കുമ്പോഴാണ് അല്ലെ അവിടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ വ്യക്തി ആരാണ്, ഇത് ആരാണ് എന്നുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അറിയാം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത് KPCCയുടെ കോൺഗ്രസ് പാർട്ടിയുടെ കസ്റ്റഡിയിലല്ല.
ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴുള്ള SITയുടെ കസ്റ്റഡിയില്ല. സോണിയാഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടു എന്ന് ഈ SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ച് ഇനി അതിന്റെ അകത്ത് എന്തെങ്കിലും നിഗൂഢമായ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയോ പണ്ടേ ഈ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ ഉയർത്തി കാട്ടുന്നുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്ന മൊഴികൾ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ മണിമണിയായി ഇവിടുത്തെ ചാനലുകളിൽ ഉൾപ്പെടെ പത്രങ്ങളിൽ ഉൾപ്പെടെ സോണിയാഗാന്ധിക്കെതിരെ വരുമായിരുന്നല്ലോ. എത്രയോ ദിവസങ്ങളായി ഈ ഫോട്ടോ കിടക്കാൻ തുടങ്ങിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും എന്തെങ്കിലും ഗൂഢ താല്പര്യത്തിന് വേണ്ടിയാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിന്റെ ആണ് ഈ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാനല്ലാതെ CPM-നോ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിനോ ഒന്നും കഴിയില്ല. ഇവിടെ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗോവർദ്ധൻ SITയുടെ വീഴ്ചയെ കുറിച്ച് പറയട്ടെ. എവിടെ പോയി? ശബരിമലയിലെ 30 കിലോഗ്രാമോളം വരുന്ന സ്വർണം എവിടെ പോയി? SITക്ക് അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗോവർദ്ധൻ പറയുന്നു ഏതാ ഈ പറയുന്ന 474 ഗ്രാം സ്വർണത്തിന് പകരമായി ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഓഫീസറുടെ പേരിൽ ഞാൻ 14,97,000 രൂപയുടെ DD എടുത്ത് അയച്ചു. DDയുടെ കോപ്പി സഹിതം തെളിവ് സഹിതം ബാങ്കിൽ നിന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം അതിന് കോപ്പി സഹിതം SITക്ക് അദ്ദേഹം മൊഴി കൊടുത്തു. എന്നിട്ട് എന്ത് നടപടി SITയുടെ ഭാഗത്തുണ്ടായി? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേസ് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. കേസ് എന്ന് പറയുന്ന ആദ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇത് ചൂണ്ടിക്കാട്ടി. ഇത് അന്താരാഷ്ട്ര ബന്ധമുള്ള വലിയ ക്രിമിനൽ കോൺസ്പിറസിയാണ്. ഇതിന് പിന്നിലുള്ളത് വലിയ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയാണ്, അന്താരാഷ്ട്ര ഡേറ്റി അല്ലെങ്കിൽ വിഗ്രഹ മാഫിയാണ്. ഈ ശബരിമലയിൽ ഉൾപ്പെടെ കേരളത്തിലെ തന്ത്രപ്രധാനമായിട്ടുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള പുരാവസ്തുക്കള് ഇതുപോലെയുള്ള വിഗ്രഹങ്ങള് കവർച്ച ചെയ്ത് കവർന്നെടുത്ത് പുറത്തോട്ട് കൊണ്ടുപോയി എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അവിടെ SITക്ക് പരിമിതിയുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് ED കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. EDയുടെ ഒക്കെ സത്യസന്ധതയിലും സുതാര്യതയിലും ഒക്കെ നമുക്ക് ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ SITയുടെ ഒരു വ്യാപ്തിയിൽ നിന്നുകൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ വ്യതിയായിരിക്കല്ല. EDയുടെ സത്യസന്ധതയും സുതാര്യതയൊക്കെ താങ്കൾക്ക് അറിയാം. കേരളത്തിന് പുറത്താകുമ്പോൾ അത് നല്ല ഏജൻസിയും കേരളത്തിന് പുറത്താകുമ്പോൾ കൊള്ളാത്ത ഏജൻസിയും കേരളത്തിനകത്താകുമ്പോൾ നല്ല ഏജൻസിയുമായി നമുക്കറിയാം. ഏതായാലും ശ്രീ റോണി കബീർ താങ്കൾ പറഞ്ഞതിന്റെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാനത് പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഭക്തിയും വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിനെ മുതലെടുക്കുന്ന ആരാണെന്ന് ആ ചർച്ചയ്ക്ക് ഇവിടെ തുടക്കമിട്ടത് ശ്രീ M ജയചന്ദ്രനാണല്ലോ. ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അടക്കം വിഗ്രഹങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ അടക്കം അതിന് പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും വരേണ്ടതാണ്. പക്ഷേ ഏതായാലും താങ്കൾ പറഞ്ഞു വന്നതിൽ ഈ SITയുടെ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, അന്വേഷണത്തിൽ പോകാത്തത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ അന്വേഷണം SITയുടെ അന്വേഷണത്തിൽ വരേണ്ടതാണ്, പിന്നീട് അറിയേണ്ടതുമാണ്. അതിപ്പോൾ നമ്മൾ പോയി ചാനൽ ചർച്ചയിൽ നിന്ന് പറയേണ്ടതുമല്ല. M ജയചന്ദ്രൻ ഏതായാലും ഒരു പക്ഷേ ഈ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നതെന്ന് വളരെ കൃത്യമായി കേരളത്തിലെ സമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. എങ്ങനെ തുടങ്ങി ഇപ്പോൾ എവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നു? D മണി എന്ന് പറയുന്ന ആളിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇവർ പറയുന്ന പോലെ സമ്പന്നനുണ്ടെങ്കിൽ ആ സമ്പന്നനിലേക്ക് എത്തിച്ചേരേണ്ടതല്ലേ? ഈ പറയുന്ന പോലെ നേരത്തെ റോണി കബീർ പറഞ്ഞ പോലെ ഈ പടം കാണിച്ച് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ പടം കാണിച്ച് പുകമറ സൃഷ്ടിച്ചത് ഇവിടുത്തെ CPM ആണോ സർക്കാരാണോ? പാരടിപ്പാട്ട് കൊണ്ട് പുകമറ സൃഷ്ടിച്ചത് സർക്കാരാണോ CPM ആണോ? അല്ല, അതില് സുജു ഒരു വലിയൊരു ശ്രമമുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ളത്. അദ്ദേഹം മാത്രമല്ല, ശ്രീ റോണി കബീർ മാത്രമല്ല, UDF ആകെ ചെയ്യുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം എന്ന് പറഞ്ഞാല് ഇപ്പൊ അദ്ദേഹം ചോദിച്ചില്ലേ ഇയാള് പോറ്റിയെ ചോദ്യം ചെയ്തല്ലോ. ചോദ്യം ചെയ്തപ്പോ ഇത്തരം വാർത്തകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ നിരന്തരം പുറത്തു വിടുന്നതാണല്ലോ, എന്നിട്ട് അത്തരം വാർത്തകളൊന്നും വന്നില്ലല്ലോ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പക്ഷെ ഡിസംബർ 5 ഉത്തരവ് അദ്ദേഹം മറ്റൊരു കാര്യത്തിലെടുത്ത് ഉദ്ധരിച്ചു ഹൈക്കോടതിയുടെ. അതേ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അത് ഇതാണ്: 2018 മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ആദ്യം ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന SIT എങ്കിൽ ഡിസംബർ 5 ഉത്തരവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു 2014 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ 11 വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് SITയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തുകയാണ്. അത് ആ ഒരു പരിധിയുണ്ട്. താങ്കൾ പ്രയോഗിച്ച ഒരു വാക്യം, ഒരു പദം ശരിയാണ്. പദാർത്ഥത്തിൽ മാത്രം പരിമിതി. ആ പരിമിതി എന്തുകൊണ്ടാണ്? ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഹൈക്കോടതി എന്താണ് നിർദ്ദേശിക്കുന്നത് അതിന്റെ അകത്തു നിന്നുകൊണ്ട് മാത്രമേ SIT പ്രവർത്തിക്കാൻ കഴിയൂ. അതാണ് പരിമിതി. അതുകൊണ്ടാണ് 2014 മുതൽ, അത് ഡിസംബർ 5 പറഞ്ഞത്,
അന്വേഷിക്കാൻ പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞതോ 2018 മുതൽ 2027 അന്വേഷിക്കാൻ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് 2014 മുതലാക്കാൻ പറയുന്നത്. ഇനിയും അതിന്റെ പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ അനുമതി കിട്ടണം. അത് കൊടുക്കില്ല എന്നങ്ങ് വിചാരിക്കരുത്. ആ അനുമതി ഹൈക്കോടതി സ്വാഭാവികമായിട്ടും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. കാരണം ഇത്തരത്തിലുള്ള വളരെ വളരെ അടിസ്ഥാനപരമായ തെളിവുകൾ സമൂഹ മധ്യത്തിൽ പിന്നെ എടുത്തു പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അത് അവഗണിച്ച് ഹൈക്കോടതിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെടും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ നിരന്തരം ഈ ഒരു ഇടതടവില്ലാതെ പറയുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ചർച്ചയിൽ അടക്കി പിടിച്ച് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാക്സിമം പറയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ SITയുടെ കാര്യം പറഞ്ഞു, താങ്കൾ പറഞ്ഞല്ലോ. SITയുടെ കാര്യം പറഞ്ഞു, SIT അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പോ 98-99 31 കിലോ സ്വർണം വിജയ് മല്യ കൊടുത്തു എന്നാണല്ലോ കണക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ മറ്റ് ചാനലുകൾ ഈ ചർച്ചയിൽ ഈ ഒരു ഭാഗം ഉന്നയിച്ചിട്ടില്ല, ഇപ്പൊ ചോദിക്കുകയാണ്. 31 കിലോ സ്വർണം വിജയ് മല്യ ശബരിമലയിൽ കൊടുത്തു എന്നുള്ളതിന് എന്താണ് തെളിവ്? ഒരു തെളിവ് വേണ്ടേ? ദേവസ്വം ബോർഡിന്റെ എന്തെങ്കിലും ഇൻവെന്ററി ഉണ്ടോ? അങ്ങനെ പിന്നീട് ആരെങ്കിലും അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ കണ്ടൊരു രേഖ എന്താണ്? ഹൈക്കോടതിയിൽ ഇവര് സീൽഡ് കവറിൽ കൊടുത്ത ഒരു റിപ്പോർട്ട്, SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഒരു രേഖയിൽ ഈ വിജയ് മല്യയുടെ ഫിനാൻസ് മാനേജർ ജയകുമാറാണ് അയാളുടെ പേരെന്ന് തോന്നിയാൽ മറന്നു, എക്സാക്ട് പേര് ഞാൻ മറന്നുപോയി. അയാൾ കൊടുത്തിട്ടുള്ള ഒരു പിന്നെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഓരോന്നിന്റെ ഇനം തിരിച്ചുള്ള ഇത്ര ഗ്രാം വെച്ച് എന്ന് പറഞ്ഞൊരു കണക്കുണ്ട്. അതാണ് ആകെയുള്ള കണക്ക്. ഇത് വസ്തുതാപരമാണോ? അന്വേഷിക്കേണ്ടതില്ലേ? അതോ വിജയ് മല്യ കൊടുത്തു എന്ന് വിജയ് മല്യയുടെ ഫിനാൻസ് മാനേജർ പറഞ്ഞത് മുഴുവൻ നമ്മൾ അപ്പടി അംഗീകരിക്കണം എന്ന വാദം UDFനോ താങ്കൾക്കോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അങ്ങനെ അംഗീകരിച്ച് പോകണം, അതൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ താങ്കൾ അത് പറയാം. പക്ഷെ ഞാനത് അംഗീകരിക്കില്ല. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് എടുത്തു പറയാൻ കാര്യം അതിന്റെ കാരണം കൂടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ആ കാരണം ഇപ്പോഴത്തെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരൻ ശബരിമലയിലെ അവിടുത്തെ ഈ ബിലോങ്ങിങ്സിന്റെ സ്വർണത്തിന്റെ അളവെടുക്കണം, അത് 2 ദിവസം കൊണ്ട് അളവെടുക്കണമെന്ന് പറയുകയും അത് അളന്നെടുക്കാനായി എത്രത്തോളം ഉണ്ട് എന്ന് ക്വാണ്ടിഫൈ ചെയ്യാനായി അദ്ദേഹം അവിടെ 2 ദിവസം താമസിക്ക് അത് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വേറൊരു വസ്തുത. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ ഇൻക്ലൂഡിങ് യു, താങ്കൾ അടക്കമുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ വക്താക്കളുടെ ജസ്റ്റിസ് KT ശങ്കരൻ അവിടെ ഒരു പരിശോധന നടത്തി ഇങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞതിന്റെ പ്രകാരം ആ നടപടി നടത്തിയല്ലോ എന്നാണ്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് അന്വേഷിക്കാൻ ആരെങ്കിലും മെനക്കെടുത്തുണ്ടോ സർ എന്ന് പറയൂ? ഇല്ലല്ലോ. അപ്പൊ ഈ ഹിയർസൈ കേട്ടുകഴിഞ്ഞത് എന്താണോ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് കവിഞ്ഞ് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭക്തിയെയും വിശ്വാസത്തിനെയും ഇങ്ങനെ പൊളിറ്റിസൈസ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ ആലോചന എന്നുള്ളത്. ഇതൊക്കെയാണ് പ്രകടമായ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ണു ചേർക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. ഞാനിത് വെറുതെ എന്തെങ്കിലും സ്വപ്നത്തിൽ നിന്നെടുത്ത് പറയുന്നതല്ലോ. നിങ്ങൾ തന്നെ കേരള സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക നിങ്ങളുടെ പ്രവർത്തികളെ കൊണ്ടാണ് ഇതിങ്ങനെ എനിക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ താങ്കളെ താങ്കൾ പറഞ്ഞതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഭക്തിയും വിശ്വാസവും എങ്ങനെ പൊളിറ്റിസൈസ് ചെയ്യാം എന്ന് ഗവേഷണം നടത്തുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് കോൺഗ്രസ് പാർട്ടി. ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ റോണിക്ക് ബേബി ഈ വിജയ് മല്യ നൽകിയ സ്വർണ്ണത്തിൻ്റെ കണക്ക് സംബന്ധിച്ച് ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ISROയുടെ അടക്കം സഹായം തേടിയിട്ടുണ്ട്. ആ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടതിൻ്റെ അളവുമായി സംബന്ധിച്ച് അതിൻ്റെ വിളക്കിച്ചേർക്കലുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകൾക്ക് ISROയുടെ ഒരു സഹായം കൂടി തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീ D സുരേഷ് കുമാർ, ഒരുപക്ഷെ കേരളത്തിൽ ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ അടക്കം ചിത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കൂടിക്കാഴ്ച ചിത്രം വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം, രാജ്യത്ത് തന്നെ ജനങ്ങൾ ചിന്തിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരണത്തിലിരുന്ന കാലത്ത് ബൊഫോഴ്സ് അഴിമതി, അതോടൊപ്പം തന്നെ ഈ തൊട്ടുമുമ്പ് ഉള്ള UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കോമൺവെൽത്ത് അഴിമതി, 2G സ്പെക്ട്രം അഴിമതി, അതിങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ പാലാരിവട്ടം പാലം അടക്കമുള്ള അഴിമതി കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളൊന്നും ഓർത്തു പോകുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഇവർക്ക്
ഈ സ്വർണ്ണമോഷണത്തിൽ പങ്കില്ല എന്ന് പുതിയ ഈ സോണിയാഗാന്ധിയുടെ അടക്കം വിഷയം വരുമ്പോൾ, പക്ഷേ നമുക്ക് ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിൽ ഏറുപടക്കം പോലെ പറയാൻ കഴിയില്ല. സോണിയാഗാന്ധിയുടെ സഹോദരിക്കെന്തോ ഇറ്റലിയിലേതോ ഈ പുരാവസ്തു വിൽപ്പന സ്ഥാപനമുണ്ടെന്നോ അലക്സാണ്ട്രിയ എന്നോ മറ്റു പേരെന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ അടക്കം പ്രചരിക്കുന്നു. പക്ഷേ നമുക്ക് ആധികാരികമായി പറയാനും കഴിയില്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം കരുതുന്നത് എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട്. അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ട്, അടൂർ പ്രകാശിന് പങ്കുണ്ട്, ആന്റോ ആന്റണിക്ക് പങ്കുണ്ട്. ഇവർ എന്തിനാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. അതിൽ കൃത്യമായ മറുപടി പറയാൻ നിൽക്കുമ്പോൾ ആ ദുരൂഹത ഒരിക്കൽ കൂടി വർദ്ധിക്കില്ലേ? കാരണം ഇവരുടെ ചരിത്രം അങ്ങനെയാണുള്ളത്. അല്ല, ഞാൻ അതിന് മറുപടി പറയാൻ കൃത്യമായിട്ട് ഒരു കാര്യം പറയാൻ അനുവദിക്കണം. ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഒരു കാര്യം പറഞ്ഞു. ഹൈക്കോടതിയിൽ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട്, ഈ കേസിൻ്റെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുത്തുകൂടെ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡന്റ്, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ഒരു CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടൊരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അതിനോടൊപ്പം ചേരാൻ മടിച്ചിട്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആരെയാണ് കേരളത്തിൽ മണ്ടന്മാരാക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കൊടി പിടിച്ചും കൊടി പിടിക്കാതെയും കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളും BJPയുമായി ഒത്തുചേർന്ന് നടത്തിയിട്ടുള്ള സമരങ്ങളാണ് ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ സമീപകാലത്ത് തകർത്തെറിഞ്ഞത് എന്നത് നിങ്ങൾ ഓർത്തിരിക്കണം. BJPക്ക് എല്ലാവിധ ഒത്താശയും ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്തു കൊടുത്ത ആളുകളാണ് ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് യാതൊരുവിധ വസ്തുതയുടെയും പിൻബലമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നൊരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു, കോൺഗ്രസിനെ തേടിയെത്തുമ്പോൾ ED ഭീകരന്മാരാണ്, സോണിയാഗാന്ധിയെ തേടിയെത്തുമ്പോൾ ED ഭീകരന്മാരാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ തേടി ED എത്തുമ്പോൾ ED നിങ്ങൾക്ക് മാലാഖമാരാവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് തരാതരം പോലെ അഭിപ്രായങ്ങളെ ഇത്തരത്തിൽ വളച്ചൊടിച്ചും കെട്ടിച്ചമച്ചും പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്നത് സത്യത്തിൽ കാണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള തൊലിക്കട്ടിയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത്, കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അവർ കോൺഗ്രസിനോട് വല്ലാതെ ആത്മാർത്ഥതയുണ്ട്. കോൺഗ്രസിൻ്റെ ചീഞ്ഞളിഞ്ഞ ദൈനംദിനം പുറത്തു വരുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പുറത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി, ചാനലുകളിൽ വിഷയമായി ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ഓരോ ദിവസത്തെയും രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ പുതിയ ആരോപണങ്ങൾ ചാനലുകളിൽ വന്നിരുന്നുകൊണ്ട് ഇവർ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ, വിശ്വാസികളുടെ ദുർബലമായ വികാരത്തെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ കോഴിക്കോടിൻ്റെ മേയറായി പരിഗണിക്കപ്പെട്ടിരുന്ന ശ്രീമതി ലാലി ജെയിംസ് കോൺഗ്രസിൻ്റെ നേതാവാണ്. അവർ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, ഇവിടെ എനിക്ക് പണമില്ലാതിരുന്നു. പെട്ടി നിറയെ പണവുമായി പോയ ഡോക്ടർ നിജി ജസ്റ്റിൻ ഇന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടി ഇവിടെ കോഴിക്കോട് തൃശ്ശൂർ മേയറായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് എന്താണ് ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്? കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന, കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ പരം വൃത്തികെട്ട മുഖം നമുക്ക് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എറണാകുളത്ത് മറ്റൊരു തരത്തിലാണ്. ജാതി മത സംഘടനകൾ കോൺഗ്രസിൻ്റെ മേയറെ തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പേ സത്യപ്രതിജ്ഞ ഹാള് വിട്ട് പുറത്തിറങ്ങി പോവുകയാണ്. ഈ രൂപത്തിൽ അങ്ങേയറ്റം മലീമസമായൊരു രാഷ്ട്രീയ ഘട്ടത്തിലൂടെ കോൺഗ്രസ് കടന്നു പോകുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യരുത്, അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും ഹിഡൻ ചെയ്യുക, മറച്ചു പിടിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നിൽക്കുന്നു എന്ന രൂപത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നിൽക്കുന്നു എന്ന രൂപത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന വ്യാജ ചിത്രങ്ങളുമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ ദുഷ്പ്രചരണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ എങ്ങോട്ടാണ് രാഷ്ട്രീയത്തെ നയിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നിഷ്പക്ഷ സമൂഹം പൊതുവിൽ വിലയിരുത്തപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് താങ്കൾ ബഹുമാനപ്പെട്ട ആങ്കർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അത് വളരെ പ്രസക്തമാണ്. ഞാൻ ഈ ചർച്ചയുടെ ആദ്യത്തിൽ തന്നെ ചോദിച്ച കാര്യം, എന്തായിരുന്നു നിങ്ങളുടെ മോട്ടീവ്? നിങ്ങൾ അവിടെ ഒരു MP-യുടെ, MLA-യുടെ, അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഇയാളെയും കൊണ്ട് മാഡം സോണിയാജിയെ കാണാൻ പോയതിൻ്റെ
മോട്ടീവ് എന്തായിരുന്നു എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് നിങ്ങൾ ഇനി എത്ര അഴകുഴമ്പൻ വാദഗതികൾ നിരത്തിയാലും ശരി, KC വേണുഗോപാലിന് പറയാൻ ഉത്തരവാദിത്വമുണ്ട്, ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ ഉത്തരവാദിത്വമുണ്ട്, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന് പറയാൻ ഉത്തരവാദിത്വമുണ്ട്, KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിന് പറയാൻ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെയും ഉത്തരവാദിത്വപ്പെട്ടവരെയും ആട്ടിപ്പായിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ നേതൃത്വം തിരുത്താൻ തയ്യാറാകണം. നിങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഏതെങ്കിലും രൂപത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആട്ടിപ്പായിക്കുന്ന സമീപനം നിർത്തിയിട്ട് എന്തായിരുന്നു ഈ സന്ദർശനത്തിൻ്റെ മോട്ടീവ് എന്നത് വ്യക്തമാക്കേണ്ടുന്ന ഘട്ടമാണ് ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയാണ്. മറ്റ് ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിന് പിറകെ ഒന്നായി. പറഞ്ഞോളൂ ശ്രീ സുരേഷ് കുമാർ, പറഞ്ഞോളൂ. സമയപരിമിതി കൊണ്ട് വളരെ ചുരുങ്ങി. അതെ അതെ, മറ്റ് ആരോപണങ്ങൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആരോപണങ്ങൾക്ക് പിൻബലമേകുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ സന്ദർശനത്തിൻ്റെ മോട്ടീവ് എന്താണെന്ന് വ്യക്തമാക്കുന്നതോടുകൂടി മാത്രമേ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കൂ. അപ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച് വിശദമായി സമയപരിമിതി മൂലം ഇടപെടേണ്ടി വരികയാണ് ശ്രീ D സുരേഷ് കുമാർ. ഏതായാലും വളരെ ചുരുങ്ങിയ വാക്കുകൾ ശ്രീ റോണിക്ക് ബേബി, താങ്കളോട് അദ്ദേഹം ചോദിച്ച, സുരേഷ് കുമാർ ചോദിച്ച വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഇത്തരത്തിൽ ഈ ഏതെങ്കിലും മുട്ടാപ്പോക്കി ന്യായം പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. എന്തായിരുന്നു ആ മോട്ടീവ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പിന്നീട് പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ കാലത്തും ഈ വിശ്വാസത്തെയും ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ, ED വിഷയത്തിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ, ഏറ്റവും ഒടുവിലായി ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ D സുരേഷ് കുമാർ, M ജയചന്ദ്രൻ, റോണിക്ക് ബേബി ആ വിഷയം കൂടി ഒന്ന് പരാമർശിച്ചു നന്നായിരിക്കും. കർണാടകത്തിൽ നിങ്ങളിവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മതരാഷ്ട്രവാദികളോടൊപ്പം കൂട്ടുചേർന്ന് വിജയിച്ചു എന്ന് വലിയ മേനി നടിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മുസ്ലിം സമുദായത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു പറയുമ്പോഴാണ് 3000 മുസ്ലിങ്ങളെ നിങ്ങളുടെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ അവിടെ ആട്ടി പുറത്താക്കിയത്. ബുൾഡോസർ രാജ് പ്രയോഗിക്കുകയാണ്. മനസ്സിലാക്കുകയാണ്, ഇവിടെ സംഘപരിവാർ സർക്കാർ നടപ്പിലാക്കുന്ന മുസ്ലിം വിരോധം കർണാടകത്തിൽ നടപ്പിലാക്കുക, രാജ്യമെമ്പാടും നടപ്പിലാക്കുക. നിങ്ങൾക്ക് മറ്റൊന്നുമില്ല എന്നുള്ള ചോദ്യമാണ് വളരെ, അതായത് മതവും വിശ്വാസവും അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഏറ്റവും പരസ്യമായി തന്നെ നിങ്ങളുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ ലാലി ജെയിംസിന് പറയേണ്ടി വന്നു, എന്നോട് പൈസ ചോദിച്ചു മേയർ സ്ഥാനത്തിന് വേണ്ടി. വല്ലാതെ നാണം കെട്ട് ആ ഉളുപ്പില്ലേ കോൺഗ്രസ് എന്നാണ് ഒരുപക്ഷേ D സുരേഷ് കുമാർ ചോദിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. വളരെ ചുരുങ്ങിയ വാക്കുകൾ താങ്കൾക്ക് മറുപടി പറയാം. ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ ഉന്നയിച്ച നിരവധി ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇവിടെ BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയാണ് എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിന് ഒറ്റക്കാര്യം ചോദിക്കട്ടെ, പ്രകാശ് ജാവദേക്കർ ഒന്ന് ചർച്ച നടത്തിയത് രമേശ് ചെന്നിത്തലയായിട്ടും VD സതീശനുമായിട്ടല്ലല്ലോ, അല്ലെങ്കിൽ RSSന്റെ നേതാവ് ദത്താത്രേയ ഹസബാന ഇദ്ദേഹം ഒന്ന് ചർച്ച നടത്തിയത് VD സതീശനുമായിട്ടോ സണ്ണി ജോസഫുമായിട്ടല്ലല്ലോ. ഇതൊക്കെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇനിയും ഈ പറയുന്ന BJP കോൺഗ്രസ് ധാരണ എന്നുള്ള നിങ്ങളുടെ ആരോപണം ഒന്നും ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല. പിന്നെ കോൺഗ്രസിനെതിരെ കുറെ കാലങ്ങളായി നിങ്ങൾ ഈ പറയുന്ന ഏതൊക്കെയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ വളരെ വ്യക്തമാണ്. ആരാണ് ഈ സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്. പക്ഷേ താങ്കൾ ചോദിച്ചത് ശ്രീ റോണിക്ക് ബേബി, താങ്കൾ ചോദിച്ചതിന് മറുപടി D സുരേഷ് കുമാറിനുണ്ടാകാം. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് പ്രവീൺ തൊഗാഡിയെതിരെയുള്ള കേസ് റദ്ദു ചെയ്ത് കൊടുത്ത ആരാണ്? സുധാകരൻ. RSS ശാഖകൾക്ക് കാവൽ നിന്ന് ആരാണ്? ഗോൾവൽക്കറുടെ ചിത്രത്തിന് തിരികൊളുത്തിയത് ആരാണ്? RSSകാരെ സംരക്ഷിക്കുന്ന ആരാണെന്ന് ചോദ്യങ്ങളൊക്കെ ഇടവേലും. പക്ഷേ ശ്രീ റോണിക്ക് ബേബി, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ഈ ചോദ്യങ്ങൾ താങ്കളുടെ പാർട്ടിയോട് എന്തായിരുന്നു ആ മോട്ടീവ്, എന്തിനാണ് നിങ്ങൾ ഈ വിശ്വാസത്തെയും വർഗീയതയും കൂട്ടുപിടിക്കുന്നത്, ഈ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ശ്രീ റോണിക്ക് ബേബി, ഏതായാലും സമയപരിമിതി ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ M ജയചന്ദ്രൻ, D സുരേഷ് കുമാർ, റോണിക്ക് ബേബി. ഏതായാലും ന്യൂസ് ആൻഡ് വിസ്നിലൂടെ പൂർത്തിയാകുകയാണ്.